ഹായ് എവരി വൺ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ 2 ലെറ്റേഴ്സ് കൂടി ചേരുമ്പോൾ എങ്ങനെ ഉച്ചരിക്കുന്നതല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വവ്വൽസ് എന്നാണ്. വവ്വൽസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് വവ്വൽസ്? അതായത് നമ്മളൊരു ഇംഗ്ലീഷ് വാക്കുകൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട്സ് ഉണ്ടല്ലോ, യൂസ് ചെയ്യുന്ന സൗണ്ട്സ്, ആ സൗണ്ട്സിനെയാണ് നമ്മൾ വവ്വൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വവ്വൽസ് ആണ് എ, ഇ, ഐ, ഒ, യു. ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. അതിൽ എ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട് അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ആ എന്നാണ്. എന്താണ്? ആ എന്നാണ്. രണ്ടാമത്തെ ലെറ്ററായ ഇ നമ്മൾ ഉച്ചരിക്കുന്ന സൗണ്ടാണ് എ. എന്താണ്? എ എന്ന സൗണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഐ ആണ് മൂന്നാമത്തെ ലെറ്റർ. അതിൽ നമ്മൾ ഉച്ചരിക്കുന്ന സൗണ്ടാണ് ഇ. ഏതാണ്? ഇ. പിന്നെയുള്ള ലെറ്ററാണ് ഒ നമുക്ക് ഉച്ചരിക്കുന്ന സൗണ്ട് ഒ തന്നെയാണ്. പിന്നെയുള്ള അവസാനത്തെ ലെറ്ററാണ് യു എന്ന ലെറ്റർ നമുക്ക് എങ്ങനെയൊക്കെ ഉച്ചരിക്കാം? ആയിട്ട് ഉച്ചരിക്കാം, യു ആയിട്ട് ഉച്ചരിക്കാം. എങ്ങനെയാണ്? ആയിട്ട് ഉച്ചരിക്കാം, യു ആയിട്ട് ഉച്ചരിക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ലെറ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ വവ്വൽസിനെ ചേർക്കും. അപ്പം അവിടെയും കുറേ ഉച്ചാരണ രീതികളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ലെറ്ററിൻ്റെ കൂടെ വവ്വൽസിനെ ചേർക്കുമ്പം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഉച്ചാരണങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ബി എന്ന് പറഞ്ഞ ലെറ്റർ ഐ എന്ന് പറഞ്ഞ വവ്വലിൻ്റെ കൂടെ ചേർക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ബൈ. എന്താണ്? ബൈ എന്ന്. ബി എന്ന ലെറ്ററും ഐ എന്ന വവ്വലും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ബൈ എന്ന്. ഡി എന്ന ലെറ്ററും എ എന്ന വവ്വലും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഡ. എന്താണ്? ഡ എന്ന്. പിന്നെ എഫ് എന്ന ലെറ്ററും എ എന്ന വവ്വലും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഫ എന്നും ഫെ എന്നും. എന്താണ്? ഫ എന്നും ഫെ എന്നും. അപ്പോൾ എങ്ങനെയാണ്? എഫ് എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്ന വവ്വല് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കാണ് ഫ എന്നും ഫെ എന്നും. പിന്നെയുള്ള ലെറ്ററാണ് എച്ച് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വല് ചേർക്കുവാണ്. എന്താണ്? എച്ച് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വല് ചേർക്കുവാണ്. അപ്പോൾ നമ്മൾ ഉച്ചാരണം എങ്ങനെയായിരിക്കും? ഹായ്. എന്താണ്? ഹായ് എന്നായിരിക്കും ഉച്ചാരണം. എച്ച് എന്ന ലെറ്ററും ഐ എന്ന വവ്വലും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉച്ചാരണം? ഹായ് എന്നായിരിക്കും. ഇനി എൽ എന്ന ലെറ്ററും ഐ എന്ന വവ്വലും. എന്താണ്? എൽ എന്ന ലെറ്ററും ഐ എന്ന വവ്വലും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉച്ചാരണമാണ് ലൈ. എന്താണ്? ലൈ എന്ന്. ഇനി അടുത്ത ലെറ്ററാണ് എം. ഈ എം എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വലിനെ ചേർക്കുവാണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞ വവ്വൽ ചേർക്കുമ്പോൾ എന്തായിരിക്കും? മൈ. എന്താണ്? മൈ എന്നായിരിക്കും പറയുന്നത്. ഇനി പി എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വലിനെ ചേർക്കുക. എന്താണ്? പി എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വല് ചേർക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉച്ചാരണം? പൈ എന്നായിരിക്കും അല്ലേ? എന്താണ്? പൈ. ഇനി എസ് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വല്. എന്താണ്? എസ് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വല്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്? സൈ. എന്താണ്? സൈ എന്നാണ് പറയുന്നത്. ഇനി ടി എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ വവ്വല്. എന്താണ്? ടി എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ കൂടെ ഐ എന്ന് പറഞ്ഞ വവ്വല്. അപ്പോൾ നമ്മൾ എങ്ങനെ അതിന് പ്രൊണൗൺസ് ചെയ്യുന്നത്? ടൈ. എന്താണ്? ടൈ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? നമ്മൾ ലെറ്റേഴ്സിൻ്റെ കൂടെ വവ്വൽസ് ചേർക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഉച്ചാരണം എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ആദ്യം ഡിയുടെ കൂടെ ഐ ചേർക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ബൈ എന്ന്. പിന്നെ ഡിയുടെ കൂടെ എ ചേർക്കുമ്പോൾ ഡ എന്നും. എഫിൻ്റെ കൂടെ എ ചേർക്കുമ്പോൾ 2 സ്വരങ്ങൾ വരും, 2 ഉച്ചാരണങ്ങൾ വരും. അതായത് ഫ എന്നും പറയും, ഫെ എന്നും പറയും. എന്താണ്? ഫ എന്നും പറയും, ഫെ എന്നും പറയും. ഇനി എച്ചിൻ്റെ കൂടെ നമ്മൾ ഐ ചേർക്കുമ്പോൾ ഹായ് എന്ന് പറയും. എന്താണ്? ഹായ് എന്ന് പറയും. ഇനി എല്ലിൻ്റെ കൂടെ ഐ ചേർക്കുമ്പോഴോ ലൈ എന്ന് പറയും. എന്താണ്? ലൈ. പിന്നെ എമ്മിൻ്റെ കൂടെ ഐ ചേർക്കുകയാണെങ്കിൽ മൈ എന്ന് പറയും. പിയുടെ കൂടെ ഐ ചേർക്കുകയാണെങ്കിലോ പൈ എന്ന് പറയും. എസിൻ്റെ കൂടെ ഐ ചേർക്കുകയാണെങ്കിൽ സൈ എന്ന് പറയും. ടിയുടെ കൂടെ ഐ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ടൈ എന്നും പറയും. അപ്പോൾ ഇനി വവ്വൽസ് പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി വവ്വൽസ് അക്ഷരങ്ങളായിട്ട് ചേർന്ന് വരുമ്പോൾ ഉള്ള ഒരു സ്വര വ്യത്യാസങ്ങളും സ്വരസാദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണ് എ എന്ന ഒരു വവ്വല് ഐ എന്ന് പറഞ്ഞൊരു വവ്വലായിട്ട് ചേരുക. അതായത് നമുക്കൊരു എക്സാമ്പിളിൻ്റെ റെയിൻ എടുക്കാം. റെയിൻ, അതായത് RAIN. അതേപോലെ തന്നെ ഇ എന്നുള്ള വവ്വല് ഐ എന്നൊരു വവ്വലിൻ്റെ കൂടെ, അതായത് നമുക്ക് വെയിൻ എന്ന എക്സാമ്പിൾ എടുക്കാം. VEIN. ഇത് രണ്ടിലും റെയിൻ, വെയിൻ. എന്താണ്? റെയിന്, വെയിനും രണ്ടിനും ഒരേ സൗണ്ടാണ് അല്ലേ? എ എന്നൊരു സൗണ്ടാണ്. എ അച്ഛാ റെയിൻ, വെയിൻ, എ എന്നൊരു സൗണ്ടാണ് അല്ലേ? അപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, എ എന്നൊരു സൗണ്ട്.
അതാണ് ഈ വവ്വൽസ് നമ്മൾ അക്ഷരങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ ഉള്ള ഒരു സ്വര വ്യത്യാസങ്ങളും സ്വര സാദൃശ്യങ്ങളൊക്കെ ഇതാണ് സംഭവം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ AIയും EIയും, അതായത് RAIN റെയിനും VEIN വെയിനും, ഇത് രണ്ടും നമ്മൾ പറയുന്ന ആ ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നത് A എന്നുള്ള സൗണ്ടാണ്. എന്താണ്? A എന്നുള്ള സൗണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസിൽ നമ്മൾ പറയാം, ഇപ്പോൾ EA എന്നൊരു ലെറ്റേഴ്സ്, അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് ഈറ്റ് എടുക്കാം. എന്താണ്? ഈറ്റ്. അതുപോലെ തന്നെ EY, അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കീ എടുക്കാം, KEY. അതുപോലെ തന്നെ EE, അതായത് നമുക്ക് അതിന് എക്സാമ്പിളിട്ട് SEE, സി എടുക്കാം. ഈ മൂന്നെണ്ണത്തിനും, ഈറ്റിനും കീക്കും സിക്കും, ഇതെല്ലാത്തിനും ഒരേ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്, E എന്നൊരു സൗണ്ട്. ഏതാണ്? E എന്നൊരു സൗണ്ട്. അപ്പോൾ മൂന്ന് എന്താണ്? ഈറ്റ്, കീ, സി. ഇതിന് മൂന്നിനും നമുക്ക് ഒരേ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. എന്ത് സൗണ്ടാണ്? E എന്നൊരു സൗണ്ട്. ഏതാണ്? E എന്നൊരു സൗണ്ട്. അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ലെറ്റേഴ്സാണ് ഓയും ഐയും, അതുപോലെ തന്നെ ഓയും വൈയും. OIക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് കൊയിൻ എടുക്കാം, COIN, കൊയിൻ. OYക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് BOY എടുക്കാം. ഇത് രണ്ടിലും, കൊയിനായാലും ബോയിനായാലും നമുക്ക് ഒരേ ഒരു കോമൺ സൗണ്ടാണ് കേൾക്കുന്നത്. അതെന്താ? O എന്നുള്ള സൗണ്ടാണ്. കൊയിൻ, ബോയ്, ഒരു O എന്നൊരു സൗണ്ട്, ഒരു കോമൺ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ്? O എന്നൊരു സൗണ്ട്. അടുത്ത നമ്മുടെ ലെറ്റേഴ്സാണ് യുവും ഇയും. അപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് ഗ്ലൂവും ബ്ലൂവും എടുക്കാം. ഗ്ലൂ എന്ന് പറയുമ്പോൾ GLUE, ബ്ലൂ എന്ന് പറയുമ്പോൾ BLUE. ഇതിൽ രണ്ടിലും U എന്ന രീതിയാണ് കോമൺ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? UEക്ക് തന്നെയാണ് ബ്ലൂവും ഗ്ലൂവും. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ എങ്ങനെയാണ് U എന്നുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയും യുവും ഓയും ഡബ്ല്യുവും. സോ നമുക്ക് ഓയും യുവും ഓയും ഡബ്ല്യുവും എന്ന ലെറ്റേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചാരണം വരുന്നത് നോക്കാം. അതായത് ഔ എന്നാണ് ഉച്ചാരണം വരുന്നത്. എങ്ങനെയാണ്? ഔ എന്നാണ് ഉച്ചാരണം വരുന്നത്. ഓയ്ക്കും യുക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഔട്ട്. കണ്ടോ, അവിടെ ഉച്ചാരണം എന്താ വരുന്നത്? ഔ എന്നല്ല ഉച്ചാരണം വരുന്നത്, ഔട്ട്. OUT, ഔട്ട്. ഇനി ഓയും ഡബ്ല്യുവും വന്നാലും നമുക്ക് എങ്ങനെ ഉച്ചാരണം വരുന്ന? ഔ എന്നല്ല ഉച്ചാരണം വരുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. കൗ, COW, കൗ. അവിടെ എങ്ങനെ ഉച്ചാരണം വരുന്നത്? ഔ എന്നല്ലേ ഉച്ചാരണം വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വവ്വൽസുകൾ എന്നൊരു ടോപ്പിക്കും വവ്വൽസിൻ്റെ കൂടെ ചേർന്നുള്ള അക്ഷരങ്ങളും അതിൻ്റെ സ്വര വ്യത്യാസങ്ങളും സാദൃശ്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് പറയാനും ഒക്കെ വായിക്കാനും ഒക്കെ സാധിക്കും. കാരണം ഇനി മൊത്തം നമ്മൾ വേർഡ്സുകൾ വായിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്യണം. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ ട്യൂട്ടറിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.